comprehensive ആയിട്ട് ഒരു entire month actually ഈ ക്യാൻസറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുമ്പം ആണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം നമ്മളെല്ലാം ബാക്കി എല്ലാ ഡേയ്സും നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സിംഗിൾ ഡേ ആണ്. അത് മെഡിക്കൽ ആണെങ്കിലും നോൺ മെഡിക്കൽ ഡേയ്സ് ആണെങ്കിലും. പക്ഷെ ഇത് എൻറ്റയർ 1 month ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ കാര്യം അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിന്റെ ഒരു പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസ് കൊണ്ടാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ മാലിഗ്നൻസി ഇൻ ഫീമെയിൽസ് ഓൾ ഓവർ ദി വേൾഡ്. അതായത് ലോകത്ത് സ്ത്രീകളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസർ ഇതാണ്. ദെൻ രണ്ടാമത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ മരണപ്പെടുന്നത് ഈ ക്യാൻസർ കൊണ്ടാണ്. ദെൻ 3 ആക്ച്വലി അതിന്റെ ഒരു അതർ സൈഡ് എന്താന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പത്തില് അല്ലെങ്കിൽ ഏറ്റവും നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്യാൻസർ ആണ് ബ്രസ്റ്റ് ക്യാൻസർ. അത് ആക്ച്വലി നേരത്തെ കണ്ടുപിടിച്ചാൽ വളരെ മിനിമം ട്രീറ്റ്മെന്റ് കൊണ്ട് തന്നെ നമുക്ക് ഫുള്ളി ട്രീറ്റ് ചെയ്യാനും ക്യൂർ ചെയ്യാനും പറ്റുന്ന ഒരു ക്യാൻസർ ആണ് ബ്രസ്റ്റ് ക്യാൻസർ. സോ ആ ഒരു ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഈ പിങ്ക് മന്തില് നമ്മൾ ആക്ച്വലി പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ നമ്മുടെ ഈ മീറ്റിംഗിന്റെ ടൈറ്റിൽ എൻ്റെ അടുത്ത് ഡോക്ടർ ഷബ്ന ചോദിച്ചപ്പോ ആക്ച്വലി എനിക്ക് വേറെ ഡൗട്ട് ഉണ്ടായിരുന്നില്ല. സോ അതായത് നോയിങ് ഇറ്റ് എക്സിസ്റ്റ് ഈസ് നോട്ട് ഇനഫ് എന്ന് പറഞ്ഞത് ഞാൻ പർട്ടിക്കുലർലി ഡോക്ടേഴ്സിന്റെ മീറ്റിംഗ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഇട്ടത്. ബിക്കോസ് നമ്മുടെ ആക്ച്വലി ഡോക്ടേഴ്സിന്റെ ഇടയിൽ തന്നെയാണ് വളരെയധികം ഇപ്പൊ നെഗ്ലിജൻസ് ഉണ്ടാവുന്നുണ്ട് ഈ കാര്യത്തില്, പ്രത്യേകിച്ചും നമ്മുടെ ഹെൽത്തിന്റെ കാര്യത്തില്. ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഞാൻ 2 years ബാക്ക്, എക്സാക്ട്ലി 2 years ബാക്ക് ഒക്ടോബറിൽ കൊച്ചിൻ IMA ഞാൻ ഒരു മീറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ബിഗ് മീറ്റിംഗ്. അത് ആക്ച്വലി പ്രീ കൊറോണ ആക്ച്വലി സമയമായതുകൊണ്ട് ഇറ്റ് വാസ് എ റിയൽ മീറ്റിംഗ്. അന്ന് ഞാൻ മീറ്റിംഗ് കഴിഞ്ഞപ്പോ അന്ന് ഏകദേശം 100+ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു അവിടെ, അലോങ് വിത്ത് ദർ ഫാമിലീസ്. അറ്റ് ദി എൻഡ് ഓഫ് ദി മീറ്റിംഗ് ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് സ്ക്രീൻ ചെയ്യാറുണ്ട്? നമ്മുടെ മദർ ആകാം, അല്ലെങ്കിൽ സിസ്റ്റർ ആകാം, അല്ലെങ്കിൽ വൈഫ് ആകാം, അല്ലെങ്കിൽ കസിൻസ് ആകാം. ആക്ച്വലി ഇവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് എത്ര പേര് ചെയ്യാറുണ്ടെന്ന് ചോദിച്ചപ്പോ ആക്ച്വലി ടു മൈ സർപ്രൈസ് only 3 or 4 doctors raised their hand. നമ്മളൊന്ന് ആക്ച്വലി വിചാരിക്കണം, ഒരു 100+ ഡോക്ടേഴ്സ് ഉള്ള ഒരു മീറ്റിംഗില് only 4 or 5 മാത്രമേ അവരുടെ ഇത്രയും പ്രിവെന്റബിൾ ആയിട്ടുള്ള ക്യാൻസറിന് സ്ക്രീനിങ് ചെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ടാണ് ഈ മീറ്റിംഗ് ഞാൻ ഈ ഒരു ടൈറ്റിൽ ഇട്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്, ഇതിങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇതിന്റെ സിംറ്റംസ് ഇതാണ്. പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്ക് പോകാൻ നമ്മൾ ആരും തയ്യാറാകുന്നില്ല. സോ ദാറ്റ് ഈസ് വൈ നമ്മളെല്ലാം ഡോക്ടേഴ്സ് ആണ്, നമുക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കുമ്പോഴും ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് വൈ ഇന്നത്തെ മീറ്റിംഗിന്റെ ടോപ്പിക് അതാണ്, അല്ലെങ്കിൽ ടൈറ്റിൽ അതാണ്, ദാറ്റ് ഈസ് ദെൻ നോയിങ് ഇറ്റ് എക്സിസ്റ്റ് ഈസ് നോട്ട് ഇനഫ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി സെഷൻ. സോറി, എന്റെ സ്ലൈഡ്സ് മൂവ് ചെയ്യുന്നില്ലല്ലോ. സ്ലൈഡ് ചേഞ്ച് ചെയ്യുന്നില്ല. So as an introduction, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, it is the most common cancer in India and also all over the world. Actually 1 in 8 women in the US will get breast cancer. 8 പേരിൽ ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ US ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യയിൽ 30 പേരിൽ ഒരാൾക്കാണ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നത്. സോ ഏറ്റവും അവസാനത്തെ ലൈൻ ശ്രദ്ധിച്ചാൽ അറിയാം, ആക്ച്വലി 90% ക്യൂർ റേറ്റ് ഇൻ ദ വെസ്റ്റ്, but at the same time only 40% cure rate in India. ഇന്ന് നമ്മുടെ നാട്ടില് ശരിക്കും US അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റും ഇന്ന് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. All drugs, all type of surgery, all type of radiation technique. But still നമ്മുടെ ക്യൂർ റേറ്റ് 40% ഉള്ളൂ. പക്ഷേ US ക്യൂർ റേറ്റ് 90% ആണ്. The answer is simple. നമ്മുടെ മിക്ക ക്യാൻസേഴ്സും ലേറ്റ് ആയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. So that is the answer of that. മിക്കവരും എല്ലാം ടേക്ക് ഇറ്റ് ആസ് ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്നത് പോലെ നമ്മൾ മിക്കപ്പോഴും സിംറ്റംസ് വരുമ്പോൾ അതിനെ അഡ്രസ് ചെയ്യാതിരുന്നിട്ട് മിക്കപ്പോഴും ലേറ്റ് ആയിട്ട് ആണ് മിക്കവരും ഹോസ്പിറ്റലിൽ എത്തുന്നത്. പിന്നെ ഓൾട്ടർനേറ്റീവ് മെഡിസിന്റെ പ്രാക്ടീസ് നമ്മുടെ നാട്ടിൽ ഒരുപാട് കൂടുതലായതുകൊണ്ട് പലരും ആ രീതിക്ക് പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ലേറ്റ് ഡിറ്റക്ഷൻ ആണ് ഞങ്ങൾ ഓങ്കോളജിസ്റ്റ് ഒക്കെ ഫേസ് ചെയ്യുന്ന വലിയ ഒരു ത്രെട്ട് അല്ലെങ്കിൽ ഒരു ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ ഒരു ചലഞ്ച്. So does this ring a bell? That is actually the one woman is diagnosed with breast cancer in India every 4 minutes.
ഓരോ 4 മിനിറ്റിലും ഓരോ സ്ത്രീ ആക്ച്വലി ഒരു സ്ത്രീയെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നു. ആൻഡ് ഓരോ 8 മിനിറ്റിലും ഒരാൾ ഈ ക്യാൻസർ മൂലം മരണപ്പെടും. നമ്മുടെ നാടിന്റെ വേറൊരു പ്രത്യേകത നമുക്കറിയാം, ഇന്ത്യയുടെ ആക്ച്വലി 130 കോടി പോപ്പുലേഷനിൽ ഒരു 60% യങ് ആയിട്ടുള്ള ആൾക്കാരാണ്. മോർ ദാൻ 60%. പണ്ടൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ മോർ ദാൻ 60 ഇയേഴ്സിൽ വരുന്ന അല്ലെങ്കിൽ എൽഡർലിയിൽ മാത്രം വരുന്ന ഒരു അസുഖം എന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത്. ബട്ട് നൗ വി ആർ സീയിങ് മോർ യങ് ബ്രസ്റ്റ് ക്യാൻസേഴ്സ്. 30-നും 50-നും വയസ്സിന് ഇടയുള്ളവർക്ക് ഒരുപാട് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടെത്തുന്നു. സോ ഇൻ ദ കമ്മിങ് ഇയേഴ്സ് ഇന്ത്യ പോലൊരു കൺട്രിയില്, ഇത്രയും യങ് പോപ്പുലേഷൻ ഉള്ള ഒരു കൺട്രിയില് കൂടുതൽ യങ് ബ്രസ്റ്റ് ക്യാൻസർ ആണ് ഇനി കാണാനുള്ളത്. സോ അതൊരു വലിയ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം തന്നെയാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ 8-ൽ ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് കണ്ടുപിടിക്കപ്പെടുന്നു. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക്, നമ്മുടെ നെയ്ബേഴ്സ് അല്ലെങ്കിൽ കസിൻസ്, ഫ്രണ്ട്സ്, ഇവര് കാരണം 8-ൽ ഒരാൾക്ക് ക്യാൻസർ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ചുറ്റിലുള്ളവരിൽ അല്ലെങ്കിൽ നമുക്ക് തന്നെ അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഈസ് വെരി ഹൈ. സോ ഈ എനിമി അറ്റ് ദി ഗേറ്റ്സ് എന്ന് പറയുന്ന പോലെ ഇത് നമ്മുടെ ചുറ്റും തന്നെ ഉണ്ട് ഈ ബ്രസ്റ്റ് ക്യാൻസർ. സോ വി ഹാവ് ടു ബി അവെയർ അബൌട്ട് ഇറ്റ് ആൻഡ് വി ഹാവ് ടു നോ ഹൗ ടു റെഡ്യൂസ് യുവർ റിസ്ക്. സോ ഞാൻ ആദ്യം തന്നെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പറഞ്ഞത് ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് ടു സ്കെയർ യു ആക്ച്വലി, ബട്ട് വി ഹാവ് ടു അക്സെപ്റ്റ് ദി റിയാലിറ്റി ആൻഡ് വി ഹാവ് ടു ഡു ദി നെസസറി സ്റ്റെപ്സ് ടു പ്രിവെന്റ് ഇറ്റ് ആൻഡ് ടു ഡിറ്റക്ട് ഇറ്റ് അറ്റ് ആൻ early stage. സോ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. എന്തുകൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നു, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇതിന് കൂടുതൽ റിസ്ക് ഉള്ള ആൾക്കാർ. സോ ബ്രസ്റ്റ് ക്യാൻസറിന്റെ റിസ്ക് ഫാക്ടേഴ്സിനെ നമുക്ക് യൂഷ്വലി ജനറലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്. അതായത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലല്ലാത്ത കാര്യങ്ങൾ. സോ നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ജെൻഡർ, കാരണം ഫീമെയിൽ ആകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ, ബട്ട് we cannot modify that. Then age of the patient, age കൂടുന്നതനുസരിച്ച് ക്യാൻസറിന്റെ റിസ്ക് കൂടുന്നു. Then family history also we cannot modify, and also the breast density. അതായത് സ്ത്രീകളുടെ ബ്രസ്റ്റ് ഡെൻസിറ്റി കൂടുതലുള്ളവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാൻ ആക്ച്വലി കുറച്ച് റിസ്ക് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. Then early menstruation and late menopause. അതിനെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നത് ഒരു സ്ത്രീയുടെ ഹോർമോണൽ ലൈഫ് എന്ന് പറയും. അതായത് നമുക്ക് ആക്ച്വലി മെനാർക്കി അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ മെനോപോസ് വരെയുള്ള വർഷങ്ങളാണ് ഒരു സ്ത്രീയുടെ ഹോർമോണൽ ലൈഫ്. അപ്പൊ ഹോർമോണൽ ലൈഫ് കൂടുന്ന ആൾക്കാർക്ക് ഹോർമോൺസിനോട് അവരുടെ ബോഡി കൂടുതൽ എക്സ്പോസ് ചെയ്യുകയാണ്. സോ അങ്ങനെയുള്ളവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള റിസ്ക് കൂടുതലാണ്. അതായത് ഒരു ആൾക്ക് 10-ാം വയസ്സിൽ മെനാർക്കി ആയതിനു ശേഷം 55-ാം വയസ്സിലാണ് മെനോപോസ് ആകുന്നതെങ്കിൽ അവരുടെ ഹോർമോണൽ ലൈഫ് 45 ഇയേഴ്സ് ആണ്. പക്ഷെ അതേസമയം ഒരാൾക്ക് 15-ാം വയസ്സിൽ മെനാർക്കി ആയിട്ട് ശരിക്കും 50-ാം വയസ്സിൽ മെനോപോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹോർമോൺ ലൈഫ് 35 ഇയേഴ്സ് ഉള്ളൂ. ഈ രണ്ടുപേര് വെച്ച് നോക്കുമ്പോൾ ഹോർമോൺ ലൈഫ് ചെറുതായ ആൾക്കാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ചാൻസ് കുറവ്. സോ ഇതാണ് ഹോർമോണൽ ലൈഫിന്റെ ഇമ്പോർട്ടൻസ്. ദെൻ ആക്ച്വലി മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് കൺട്രോൾ ഉള്ള കാര്യങ്ങൾ, നമുക്ക് ആക്ച്വലി അതിനകത്ത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഈ കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഒന്ന് റേഡിയേഷൻ എക്സ്പോഷർ, ദെൻ റിപ്രൊഡക്ഷൻ, അതായത് ഈ നള്ളിപ്പാരസ്, അതായത് ഈ കുട്ടികൾ ഉണ്ടാകാത്തവരില് അല്ലെങ്കിൽ കുട്ടികൾ ഇല്ലാത്തവരിൽ ശരിക്കും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അവരിൽ ഹോർമോണൽ എക്സ്പോഷർ കൂടുതലാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ആക്ച്വലി ഒരാൾ പ്രഗ്നന്റ് ആയി അതിനുശേഷം ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്ത് പോലും നമുക്ക്, അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷം ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് വീണ്ടും പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആക്ച്വലി അവരുടെ ഹോർമോണൽ അങ്ങനെ ഇപ്പം ഒരു കുട്ടി ഉള്ളവർ വെച്ച് നോക്കുമ്പോൾ 2-3 കുട്ടികളുള്ളവർക്ക് റിസ്ക് കുറച്ചുകൂടി കുറവാണ്. Then breastfeeding. So breastfeeding ആക്ച്വലി ഇല്ലാത്ത സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. Then ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി, അതായത് മെനോപോസിന് ശേഷം നമ്മൾ ഹോർമോണൽ മെഡിസിൻസ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് ഉപയോഗിക്കുന്നവർ വളരെ കുറവാണ്. പക്ഷെ ഹോർമോൺ റീപ്ലേസ്മെന്റ് ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്ക് കുറച്ച് റിസ്ക് കൂടുതലാണ്. ദെൻ OCPs, പക്ഷെ ഇപ്പം അവൈലബിൾ ആകുന്ന OCPs ഒന്നും കുഴപ്പമില്ല. ഈ പറയുന്ന കമ്പൈൻഡ് പിൽസ് കഴിക്കുമ്പോൾ അതിന് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. അതല്ലാത്ത പിൽസ് കഴിക്കുന്നവരിലാണ് റിസ്ക് കൂടുതൽ. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അവർ ബോഡി വെയിറ്റ്, അല്ലെങ്കിൽ ഒബീസിറ്റി, അല്ലെങ്കിൽ ഈ അമിതവണ്ണം, ഇറ്റ് ഇറ്റ് സെൽഫ് ക്യാൻ കോസ് ബ്രസ്റ്റ് ക്യാൻസർ. ദെൻ ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി,
നമ്മുടെ സെഡൻഡറി ലൈഫ് സ്റ്റൈല് ഒരു റിസ്ക് ഫാക്ടർ ആണ്. ആൽക്കഹോൾ യൂസ്, ദെൻ ടുബാക്കോ യൂസ് എല്ലാം റിസ്ക് ഫാക്ടർ ആണ്. നമുക്കറിയാം ഇന്ന് സ്ത്രീകളിലും ആൽക്കഹോൾ യൂസ് എല്ലാം കൂടി വരുന്നുണ്ട്. സോ ദിസ് ഓൾ ആർ റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ബ്രസ്റ്റ് ക്യാൻസർ. അപ്പം എല്ലാവരും നമ്മൾ ആദ്യം തന്നെ നമ്മൾ OP ഇരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഡോക്ടർ എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ ക്യാൻസർ നമ്മുടെ നാട്ടിൽ ഇത്രയും കൂടുതൽ എന്നുള്ളത്. ആക്ച്വലി അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ എന്തുകൊണ്ടാണ് ഇന്ത്യയിലും ബാക്കി ലോകത്തും എല്ലാം കൂടി വരാൻ കാര്യം? ഒന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് തന്നെയാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ സ്ത്രീകൾ ദേ ആർ എഡ്യൂക്കേറ്റഡ്, ദേ ആർ ടാലന്റഡ്, ദേ ആർ കരിയർ ഓറിയന്റഡ്. ബട്ട് അറ്റ് ദി സെയിം ടൈം നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ആണ് സ്ട്രെസ്. സോ ഡെഫിനറ്റ്ലി ആസ് എ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് അല്ലെങ്കിൽ ഫാമിലിയുള്ള സ്ട്രെസ്, ദെൻ ഡെസ്ക് ജോബ് അല്ലെങ്കിൽ സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, ദെൻ മിനിമൽ ബ്രസ്റ്റ് ഫീഡിങ്. മിക്കവരും സോ നമ്മൾ എടുക്കുവാണെങ്കിൽ മിക്കവരും ഇന്നത്തെ കാലത്ത് കല്യാണം കഴിക്കാൻ ലേറ്റ് ആവുന്നു, ദെൻ ഫസ്റ്റ് ചൈൽഡ് ആകാൻ പിന്നെയും ലേറ്റ് ആവുന്നു, ദെൻ മാക്സിമം ഒരു കുട്ടിയിൽ മിക്കവരും ലിമിറ്റ് ചെയ്യുന്നു. കുട്ടി ഉണ്ടായ തന്റെ ബ്രസ്റ്റ് ഫീഡിങ്ങിന് മിക്കവർക്കും ടൈം കിട്ടുന്നില്ല. ചൈൽഡ് ബ്രസ്റ്റ് ഫീഡിങ് അവോയ്ഡ് ചെയ്യും അല്ലെങ്കിൽ മിനിമൽ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നുള്ളൂ. ദെൻ അവർ ഡയറ്റ്, ദാറ്റ് ഇസ് വെസ്റ്റേൺ ഡയറ്റ്, ദെൻ അവർ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് കൂട്ടുന്നതാണ്. സോ ബ്രസ്റ്റ് ക്യാൻസർ കൂടാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, then age, then the gender, family history, then hormonal life. ഇതെല്ലാമാണ് ഒരു ബ്രസ്റ്റ് ക്യാൻസറിന്റെ റിസ്ക് ഫാക്ടേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ആക്ച്വലി ഒരു കാർട്ടൂൺ ആണ് ഇത്. So what are the ways to reduce the risk of breast cancer? One, smoking, then control your weight. You have to maintain an optimal weight, then limit or avoid alcohol use, then breastfeed your children, be physically active, then avoid exposure to radiation. So ഇത് in general നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. Then ഏറ്റവും ഇമ്പോർട്ടന്റ് ബ്രസ്റ്റ് ക്യാൻസർ, ഞങ്ങളെല്ലാം പറയുന്ന ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് പ്രിവെന്റ് പറ്റുന്ന ഒരു പരിധി വരെയുണ്ട്. കാരണം മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സിനോട് പോലെ തന്നെ നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സും പ്രിവെന്റ് ചെയ്യാൻ ഒരു പരിധി വരെ നമുക്ക് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് ടു ഡിറ്റക്ട് ഇറ്റ് അറ്റ് ആൻ ഏർലി സ്റ്റേജ്. നമുക്കൊരു പ്രീ ക്യാൻസറസ് കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ ദ ക്യൂർ റേറ്റ് ഈസ് 100%. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുൾ അറ്റൻഷൻ ഏർലി ഡിറ്റക്ഷനിലാണ്. Let's see some of the signs of breast cancer. You can see, sometimes it appears as a lump in the breast, or sometimes actually the symptoms may be a pulled in nipple. നിപ്പിൾ ഉള്ളോട്ട് റിട്രാക്ട് ചെയ്തതായിട്ട് കാണാം. പക്ഷെ അത് ചില ആൾക്കാരെ കഞ്ചന്റൽ ആയിട്ട് ഉണ്ടാകാറുണ്ട്. പക്ഷെ അതല്ലാതെ റീസെന്റ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് നമ്മൾ എപ്പോഴും നോട്ടീസ് ചെയ്യേണ്ടത്. നിപ്പിൾ ഉള്ളോട്ട് വലിഞ്ഞിരിക്കുന്നത് ആക്ച്വലി ഇവാലുവേറ്റ്, അല്ലെങ്കിൽ ഡിംപ്ലിംഗ് ഇൻ ദ സ്കിൻ. ഇത് എല്ലാം റീസെന്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ ഡിംപ്ലിംഗ് കാണുവാണ് അല്ലെങ്കിൽ റിട്രാക്ഷൻ കാണുവാണെങ്കിൽ we have to see what it is. Then dripping from the nipple. മേ ബി അതൊരു നോർമൽ ഡിസ്ചാർജ് ആകാം, അല്ലെങ്കിൽ ബ്ലഡ് സ്റ്റെയിൻഡ് ഡിസ്ചാർജ് ആകാം. നിപ്പിൾ ഡിസ്ചാർജ് ഷുഡ് ബി ഇവാലുവേറ്റഡ്. then a redness or rash in the skin. സ്കിന്നിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിപ്പിൾ മാത്രമല്ല, സ്കിന്നിൽ വരുന്ന സ്കിൻ ഡിംപ്ലിംഗ് ആകാം, അല്ലെന്നുണ്ടെങ്കിൽ റാഷ് ആകാം, അല്ലെങ്കിൽ കളർ ചേഞ്ച് ആകാം. ഇതെല്ലാം ബ്രസ്റ്റ് ക്യാൻസറിന്റെ സിംറ്റം ആകാം. സോ ദെൻ ദ സ്ക്രീനിങ്ങിനെ സമയത്തോളം നമ്മുടെ നാട്ടിലെ ആക്ച്വലി പോപ്പുലേഷൻ, പ്രത്യേകിച്ച് സ്ത്രീകൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന് ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ പ്രായമായവർക്ക് വരുന്നതാണ്, മോർ ദാൻ 50 അല്ലെങ്കിൽ മോർ ദാൻ 60 വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ സ്ക്രീനിങ്ങിന് അല്ലെങ്കിൽ ടെസ്റ്റ് വേണ്ട എന്ന് വിചാരിക്കുന്നവരാണ് മിക്ക കോളേജ് സ്റ്റുഡൻസ്. ഞങ്ങൾ കോളേജിലൊക്കെ അവയർനെസ് ടോക്കിനൊക്കെ പോകുമ്പോൾ ആക്ച്വലി they are not bothered. കാരണം ഇത് ഞങ്ങൾക്ക് ഉണ്ടാകുന്ന അസുഖം അല്ല എന്നാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞങ്ങളെല്ലാം ഇപ്പം യങ് ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഒരുപാട് കാണുന്ന ആൾക്കാരാണ്. 20 years അല്ലെങ്കിൽ 25 years 30 yearsലൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ വരുന്ന ഒരുപാട് പേഷ്യൻസ് ഇപ്പോൾ ഉണ്ട്. അതിന്റെ ഒരു കാര്യം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ പ്രിഡോമിനന്റ്ലി യങ് പോപ്പുലേഷൻ ഉള്ള കൺട്രിയിൽ ഈ യങ് ബ്രസ്റ്റ് ക്യാൻസർ ഈസ് ഓൺ ദ റൈസ്. സോ
actually the screening should be started at the age of 20 years. Actually, ഒരു പെൺകുട്ടി 20-ആം വയസ്സിൽ മുതൽ സ്ക്രീനിങ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ്. സോ അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. So these are the early detection methods. That is the most important is breast self-examination, then the clinical breast examination, then the mammogram. The other thing is ultrasonogram. ഇതിനകത്ത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണാം. ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ നമ്മൾ തന്നെ എക്സാമിൻ ചെയ്ത് നോക്കുക. ബി ബ്രസ്റ്റ് അവെയർ എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഓരോരുത്തരും അവരുടെ ബ്രസ്റ്റിനെ പറ്റി വളരെയധികം അവെയർ ആയിരിക്കും. ബ്രസ്റ്റിനകത്ത് വരുന്ന ഓരോ ചേഞ്ചസും അവര് അവെയർ ആയിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. സോ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ 20 years കഴിഞ്ഞിട്ടുള്ള എല്ലാവരും ചെയ്യേണ്ടതാണ്. ആക്ച്വലി വൺസ് ഇൻ എ മന്ത്, അതായത് മാസത്തിലെ ഒരു ദിവസം നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് ഐഡിയലി ആക്ച്വലി മെൻസ്ട്രൽ പീരിയഡ്സിന് 2 to 3 days ശേഷമായിരിക്കണം. മാസത്തിലെ ഒരു ദിവസം എന്ന് പറയാൻ കാര്യം വേറൊന്നുമല്ല, നമ്മൾ എല്ലാ ദിവസവും ഈ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് ഈ മാസത്തിലെ ഒരു ദിവസം എന്ന് പറയാൻ കാര്യം. സോ you have to stand in front of the mirror, you have to examine with your arms down, then arms up, and also arms on the hip. ഈ 3 പോസ്ചറിലും ആക്ച്വലി ചെയ്യാൻ ശ്രമിക്കണം. ആക്ച്വലി സിമ്പിൾ ആണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് 2 minutes എടുക്കുള്ളൂ. സോ you can do actually yourself, and also you can teach your cousins, friends, sisters, then all your actual relatives and near ones. So you have to stand in front of the mirror. Then നമ്മള് ഇപ്പം ലെഫ്റ്റ് സൈഡ് ആക്ച്വലി ലെഫ്റ്റ് സൈഡിലെയാ ചെയ്യുന്നതെങ്കിൽ സോ ലെഫ്റ്റ് സൈഡിലെ കൈ പൊക്കി വെക്കുക. ദെൻ വിത്ത് ദ ഫിംഗേഴ്സ് ഓഫ് ദ റൈറ്റ് ഹാൻഡ്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ഫിംഗേഴ്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഫിംഗർ ടിപ്സ് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ശരിക്കും ഫിംഗർ ടിപ്സ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പോക്ക് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. മിക്കവരും ശരി എക്സാമിൻ ചെയ്യാൻ പറയുമ്പോൾ ഈവൻ MBBS സ്റ്റുഡൻസ് അല്ലെങ്കിൽ MBBS കഴിഞ്ഞ ഡോക്ടേഴ്സ് പോലും എക്സാമിൻ ചെയ്യാൻ പറയുമ്പോൾ അവർ ശരിക്കും ഈ ഫിംഗർ ടിപ്സ് വെച്ച് പോക്ക് ചെയ്യുക ചെയ്യുന്നത്. ആക്ച്വലി പോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ലെമ്പ് നമ്മുടെ കൈയുടെ ആക്ച്വലി സ്ലിപ്പായി പോകത്തുള്ളൂ. ഒരിക്കലും ലെമ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു യൂസ് ദ ഫിംഗർ പാഡ്. ഇതാണ് യുവർ ഫിംഗർ പാഡ്. അപ്പോ ആക്ച്വലി you have to place your right finger pad over the breast. Then you have to firmly press down in a circular motion. നമ്മൾ ആക്ച്വലി ഐഡിയ 12 o'clock പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചുറ്റും സർക്കുലർ മോഷനിൽ you have to press using your finger pad. അത് ആക്ച്വലി സർക്കുലർ മോഷനിൽ ചെയ്യണം. then up and down ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഇതുപോലെ ആക്ച്വലി ദ അതർ സൈഡ് ഇതേപോലെ തന്നെ ചെയ്യാം. ഇപ്പൊ റൈറ്റ് സൈഡിലെ ചെയ്യുന്നെങ്കിൽ യു ഹാവ് ടു കീപ് യുവർ റൈറ്റ് ഹാൻഡ് behind the head, and you have to examine using your left finger pad. അപ്പോൾ ഇത് വെച്ച് ആദ്യം സർക്കുലർ മോഷൻ ചെയ്യുക, പിന്നെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. then after the palpation, actually you can squeeze the nipple to see any nipple discharge is there or not. So ഇത് ആക്ച്വലി നിങ്ങൾ എല്ലാ ആക്ച്വലി സ്ഥിരമായിട്ട് ചെയ്യുവാണെങ്കിൽ just 2 minutes എടുക്കുള്ളൂ. മന്ത്ലി വൺസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. Then also actually you have to examine or you have to see whether is there any color changes or not. അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും മുഴയുണ്ടോ എന്ന് മാത്രമല്ല നോക്കും, മിക്കവരും മുഴയുണ്ടോ എന്ന് തപ്പി നോക്കുക മാത്രമേ ഉള്ളൂ. അതല്ല, നമ്മുടെ എന്തെങ്കിലും സൈസിന് ആക്ച്വലി ചേഞ്ച് ഉണ്ടോ എന്നുള്ളത് നോക്കണം. ദെൻ ബ്രസ്റ്റിന്റെ ഷേപ്പിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സ്കിന്നിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, സ്കിന്നിൽ ഡിംപ്ലിങ് വരുന്നുണ്ടോ, പക്കറിങ് വരുന്നുണ്ടോ, റെഡ്നെസ് ഉണ്ടോ, റാഷസ് ഉണ്ടോ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. സോ ഇൻസ്പെക്ഷൻ ഉണ്ട്, ദെൻ പാൽപേഷൻ ഉണ്ട്. അറ്റ് ദി എൻഡ് you have to squeeze the nipple also to see any discharge. Idana, it will take only 2 minutes. So this is breast self examination. So ഞാൻ നേരത്തെ പറഞ്ഞ പോലെ during the examination what you have to look is to see is there any painless lump is there or not, or is there any changes in the breast size or shape. Then is there any nipple retraction, or is there any nipple discharge.
Then again, the changes in the skin texture, such as dimpling, puckering, or skin that looks like an orange peel, or and also rarely breast pain may also be a symptom in the case of breast cancer. Usually painless lump ആണെന്നാണ് ഞങ്ങൾ എല്ലാവരും പറയാ, but still actually rarely breast pain also can be a symptom. So ഇതാണ് breast self examination എല്ലാ മാസവും ചെയ്യേണ്ട കാര്യങ്ങൾ. So breast self examinationനകത്ത് എന്തെങ്കിലും നമുക്ക് ആക്ച്വലി ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തോന്നിയാൽ, അതായത് എന്തെങ്കിലും ലംബ് ഉണ്ടെന്ന് തോന്നുവോ അല്ലെങ്കിൽ സ്കിൻ ചേഞ്ചസ് ഉണ്ടെന്ന് തോന്നുവോ ആണെങ്കിൽ യു ഹാവ് ടു വിസിറ്റ് എ ഡോക്ടർ. അപ്പം അതിനൊരിക്കലും ഓങ്കോളജിസ്റ്റിനെ കാണേണ്ട കാര്യമില്ല. ബിക്കോസ് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം, ബ്രസ്റ്റിൽ വരുന്ന ലംബിലെ 90% they are normal changes. കാരണം റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലെ സ്ത്രീകൾക്ക് ബ്രസ്റ്റിൽ വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ലംബ് മിക്കതും, അതായത് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും ഫൈബ്രോ അഡിനോസിസ്, ഫൈബ്രോ അഡിനോമ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഫൈബ്രോസിസ്റ്റിക് ഡിസീസ്. അപ്പോൾ 90% നോൺ ക്യാൻസറസ് ആയിരിക്കും. പക്ഷെ അത് ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് അത് കൺഫേം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ദാറ്റ് ഈസ് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ. അറ്റ്ലീസ്റ്റ് ഇയർലി വൺസ് എങ്കിലും ഒരു ഡോക്ടറുടെ അടുത്ത്, നിങ്ങൾക്ക് പരിചയമുള്ള ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ ജനറൽ ഡോക്ടർ, ഫിസിഷ്യൻ, സർജൻ, ഗൈനക്കോളജിസ്റ്റ് ആരാണെങ്കിലും മതിയാവും. അവിടെ പോയിട്ട് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുക. ഒന്നെങ്കിൽ നമ്മുടെ ആക്ച്വലി ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോവാം, അല്ലെങ്കിൽ ഇയർലി വൺസ് നമ്മൾ റെഗുലർ ചെക്കപ്പിന്റെ കൂടെ you have to plan a clinical breast examination. So third one, and one of the most important, is screening mammography. So that is really important thing. So ideally mammogram test start ചെയ്യേണ്ട 40 അല്ലെങ്കിൽ 45 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലാണ് നമ്മൾ ഇത് റുട്ടീൻ ആയിട്ട് സ്ക്രീനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 40 വയസ്സിന് താഴെ ഉള്ളവർക്ക് നമുക്ക് സ്കാനിങ് വേണമെങ്കിൽ നമ്മൾ റുട്ടീൻലി മാമോഗ്രാം ചെയ്യാറില്ല. നമ്മൾ അൾട്രാസോണോഗ്രാം ആണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത്. കാരണം യങ് ഫീമെയിൽസിൽ ബ്രസ്റ്റ് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് മാമോഗ്രാമിനകത്ത് എല്ലാ ഫൈൻഡിങ്സും ഡിറ്റക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ 40 വയസ്സിൽ താഴെയുള്ളവർക്ക് യൂഷ്വലി അൾട്രാസോണോഗ്രാം അല്ലെങ്കിൽ സോണോ മാമോഗ്രാം ആണ് നമ്മൾ സാധാരണ പറയാറ്. 40 വയസ്സിന് ശേഷമുള്ളവർക്ക് സ്ക്രീനിങ് മാമോഗ്രാം. ഇറ്റ്സ് ആക്ച്വലി സിംപ്ലി an എക്സ്റേ. അത് മാമോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സ്റേ ഓഫ് ദി ബ്രസ്റ്റ്. വളരെ മിനിമം റേഡിയേഷൻ മാത്രമേ ഉള്ളൂ. ഒരിക്കലും നമുക്കൊരു ഹെൽത്ത് ഹസാർഡ് ഉണ്ടാക്കുന്ന ഡോസുള്ള റേഡിയേഷൻ അല്ല. സോ മാമോഗ്രാം എടുക്കുന്നത് നമുക്ക് ഹെൽത്തിന് നല്ലതാണോ എന്ന് പല പേഷ്യൻസിനും ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി സേഫ്. ഒരിക്കലും മാമോഗ്രാം നമുക്കൊരു ഹസാർഡ് ആകുന്ന റേഡിയേഷൻ ഇല്ല. ഇറ്റ് ഈസ് സിംപ്ലി ആൻ എക്സ്റേ. സോ ദാറ്റ് ഈസ് ദി സ്ക്രീനിങ് മാമോഗ്രാം. ഇതാണ് നമുക്കൊരു എക്സാമ്പിൾ. ഒരു നോർമൽ മാമോഗ്രാം ആണ് ഈ കാണുന്നത്. സോ ദിസ് ദ ബ്രസ്റ്റ് ആൻഡ് this all actually the glandular part and the duct. You can see it's a well defined lesion, alle. It is not cancer, but you can see there's an irregular spiculated lesion. It is cancer. ഇങ്ങനെയാണ് നമ്മൾ മാമോഗ്രാമിൽ കൂടെ നമ്മൾ യൂഷ്വലി എയർലി ഡിറ്റക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. So let's see what are the recommendations by international authorities. So as per the American Cancer Society, we have to start the regular screening mammogram for an average risk female at the age of 45 years. 45 വയസ്സ് മുതൽ നമ്മൾ ആനുവൽ മാമോഗ്രാം ചെയ്യണം എന്നാണ്. ഇയർലി വൺസ് മാമോഗ്രാം ചെയ്യുക. ഈ മാമോഗ്രാം ഒക്കെ നോർമൽ ആണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ദി ഏജ് ഓഫ് 55 നമുക്ക് ആക്ച്വലി 2 വർഷത്തിൽ ഒരിക്കലും മാമോഗ്രാം ചെയ്താൽ മതിയാവും. So you have to start the screening mammogram at the age of 45, and if the subsequent mammograms are normal, then we can switch it into every 2 yearly. ഒരു 55 വയസ്സ് വരെ ആനുവൽ മാമോഗ്രാം നോർമൽ ആണെങ്കിൽ നമുക്ക് 55 വയസ്സിന് ശേഷം നമുക്ക് 2 വർഷത്തിൽ ഒരിക്കലും മാമോഗ്രാം ചെയ്താൽ മതി. So this is the recommendation for doing the screening mammogram for an average risk. So what do you mean by average risk? നമ്മളെല്ലാവരും സാധാരണ ഉള്ള എല്ലാവരും ആവറേജ് റിസ്ക് ആണ്. ശരിക്കും ഫാമിലി ഹിസ്റ്ററി ഉള്ളവരില് ആക്ച്വലി ഫാമിലി ഹിസ്റ്ററി ഉള്ളവരാണ് ഹൈ റിസ്ക് എന്ന് പറയുന്നത്. ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ മെയിൻലി ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിൽ ഉണ്ടായവരിൽ അല്ലെങ്കിൽ ഒരു ബ്രാക്ക ജീൻ പോസിറ്റീവ് ആയവരില്, അപ്പം അവര് ദേ ആർ ഹൈ റിസ്ക് ഫോർ ബ്രസ്റ്റ് ക്യാൻസർ. അങ്ങനെയുള്ളവർക്ക് നമ്മള് ഈ പറഞ്ഞ എക്സ്റേ മാമോഗ്രാം ആയിരിക്കില്ല പറയുക. അങ്ങനെയുള്ളവർക്ക് നമ്മൾ MRI മാമോഗ്രാം, MR മാമോ ചെയ്യാനാണ് നമ്മൾ സാധാരണ പറയാം. ബിക്കോസ് ഇറ്റ് ഈസ് മോർ സ്പെസിഫിക്.
സോ ഇതാണ് ഞാൻ പറഞ്ഞ അൾട്രാസൗണ്ട് സ്കാൻ ഓഫ് ദി ബ്രസ്റ്റ്. നമ്മൾ യൂഷ്വലി 40 ഇയേഴ്സിന് താഴെയുള്ളവർക്ക് നമ്മൾ സാധാരണ മാമോഗ്രാം പറയാറില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രസ്റ്റ് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് അവരിൽ നമ്മൾ സാധാരണ പറയുന്നത് അൾട്രാസൗണ്ട് ഓഫ് ദി ബ്രസ്റ്റ് ആണ്. സോ ഇതാണ് നമുക്ക് ആക്ച്വലി മാമോഗ്രാമം കൊണ്ട് ഉള്ള യൂസ് നമുക്ക് മനസ്സിലാകുന്നത്. ഇഫ് യു ഡു ദ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ, നമുക്കൊരു പീനട്ടിന് മുകളിലുള്ള ലംബെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. That is a 2 centimeter മുകളിലുള്ള ലംബ് നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. But if you do a one-time mammogram, that is even a 1.5 centimeter, even actually ഞങ്ങളുടെയൊക്കെ പ്രാക്ടീസിൽ അതിലും താഴെയുള്ളത് even 1 centimeter ഉള്ള ലംബ് പോലും നമുക്ക് മാമോഗ്രാം വഴി കണ്ടുപിടിക്കാൻ പറ്റും. അതായത് if you are doing a one-time mammogram. Then if you do the regular mammogram, നമ്മൾ നേരത്തെ സ്ക്രീനിങ് റെക്കമെൻഡേഷനിൽ പറഞ്ഞ പോലെ ഇഫ് യു ഡു റെഗുലർ മാമോഗ്രാം ആനുവലി, ഈവൻ 1 centimeter വരെയുള്ള ലംബ് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദാറ്റ് ഷോസ് ദ ഇമ്പോർട്ടൻസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് സ്ക്രീനിങ് മാമോഗ്രാഫി. Then so as an overview about treatment also, ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിനെ പറ്റിയും കൂടെ ഒരു ഓവർവ്യൂ തരാമെന്ന് വിചാരിച്ചു. Hope we have time for that, right? Yes, sir. Yes. Okay. So breast cancer treatment ne patti parayumbom namukku ellarkum ariyam, actually there are different forms of treatment like surgery, then chemotherapy, then radiation therapy, targeted therapy, hormonal therapy. So nammal ee karyangalella oru patient eduthu parayumbol idupole aayirikkum patient nikkunnathu alle, ayathu surgery, chemo, radiation, hormone, then targeted therapy അല്ലെ. സോ പേഷ്യന്റ് വിചാരിക്കും ഞാൻ നിൽക്കണോ പോണോ എന്ന് വിചാരിക്കുന്ന ഒരു സമയമാണിത്. കാരണം യൂഷ്വലി നമ്മൾ ഇതെല്ലാം കൂടെ പറയുമ്പോൾ യൂഷ്വലി ദേ വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ്. സോ ആക്ച്വലി അത് ആക്ച്വലി കൺഫ്യൂഷൻ മാത്രമാണ്. ബിക്കോസ് നൗഡേയ്സ് വാട്ട് വി ആർ പ്രാക്ടീസിങ് ഈസ് പേഴ്സണലൈസ്ഡ് ക്യാൻസർ ട്രീറ്റ്മെന്റ്. അതായത് ഇപ്പോഴത്തെ ക്യാൻസർ ട്രീറ്റ്മെന്റ് അത് ബ്രസ്റ്റ് ക്യാൻസറിന് മാത്രമല്ല, എല്ലാ ക്യാൻസറിനും പേഴ്സണലൈസ്ഡ് ക്യാൻസർ ട്രീറ്റ്മെന്റ് ആണ് ഇപ്പോൾ. കാരണം നമ്മൾ ഓരോ ആളുടെയും ഡിസീസിന് ഉള്ള ട്രീറ്റ്മെന്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, ലൈക്ക് എ ടൈലർ ഹു ഈസ് സ്റ്റിച്ചിങ് എ ഷർട്ട് ഓർ എ ബ്ലൗസ്. സോ അതുപോലെയാണ് ഇന്നത്തെ ക്യാൻസർ ട്രീറ്റ്മെന്റ്. യു ക്യാൻ സീ ഇതിന്റെ സോ ഈ കാർട്ടൂണില് ഈ ആദ്യത്തെ പിക്ചർ യു ക്യാൻ സീ. So imagine so this as the cancer patient. Suppose actually ഇതെല്ലാം ക്യാൻസർ പേഷ്യന്റ് ആണെങ്കിൽ ഇതെല്ലാം ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യന്റ് അല്ലെ. നമ്മൾ പറയുമ്പോൾ എല്ലാം ബ്രസ്റ്റ് ക്യാൻസർ ആണ്. ബട്ട് ഇഫ് യു ഡു ദ മോളിക്കുലർ പ്രൊഫൈലിംഗ് ഓഫ് ഈച്ച് ക്യാൻസേഴ്സ്, you can see that each breast cancer patient is different. അപ്പൊ ഒരു റൂമിൽ ഒരു 10 ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യന്റ് ഉണ്ടെങ്കിൽ 10 പേരുടെ ഡിസീസും ഇറ്റ് ഈസ് ഡിഫറെന്റ്. സോ യു ക്യാൻ സീ each cancer is different. So the treatment for each cancer is also different. So that is the personalized cancer treatment. Ipo nowadays actually ipam nammalellam treatment design cheyyunnathu nammal tumor board il vechittana. So tumor board contains an expert panel of medical oncologists, surgical oncologists, radiation oncologists, radiologists, then pathologists, then social worker, then oncopsychologist. ഇവരെല്ലാം കൂടി ഒരു പാനൽ ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് ഓരോ പേഷ്യന്റെയും സ്റ്റേജ്, then biology of the disease അതെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ക്യാൻസറിന് പല ട്രീറ്റ്മെന്റ്സ് ഉണ്ടെങ്കിലും ഇതെല്ലാം ഒരു പേഷ്യന്റിന് ആവശ്യം വരില്ല. മേ ബി ഒരു ടൈപ്പ് ഓഫ് ക്യാൻസറിന് നമുക്ക് സർജറി മാത്രം മതിയാവാം. ഓക്കെ, ഇഫ് ഇറ്റ് ഇസ് എ സ്മോൾ ട്യൂമർ നമുക്ക് ആ ലംബ് മാത്രം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രം മതിയാവും. എന്നാൽ വേറെ ടൈപ്പ് ക്യാൻസർ അല്ലെങ്കിൽ വേറെ സ്റ്റേജ് ക്യാൻസേഴ്സിന് നമുക്ക് ചിലപ്പോൾ സർജറി ഫോളോ ബൈ റേഡിയേഷൻ വേണ്ടി വന്നേക്കാം. ബട്ട് വി ക്യാൻ അവോയ്ഡ് ദ കീമോതെറാപ്പി ആൻഡ് ഓൾ. പക്ഷെ വേറെ ചില ക്യാൻസേഴ്സിന് ആഫ്റ്റർ സർജറി നമുക്ക് റേഡിയേഷൻ അവോയ്ഡ് ചെയ്തിട്ട് ഹോർമോണൽ തെറാപ്പി മാത്രം മതിയാകും. ഇപ്പൊ നമുക്ക് ഈ റേഡിയേഷൻ കീമോയെ അവോയ്ഡ് ചെയ്തിട്ട് എൻഡോക്രൈൻ തെറാപ്പിയിലെ ഹോർമോണൽ തെറാപ്പി മാത്രം മതിയാകാം. പക്ഷെ വേറെ ചില പേഷ്യൻസിന് ഇതെല്ലാം വേണ്ടി വന്നേക്കാം. ഈ കീമോതെറാപ്പി വേണ്ടി വന്നേക്കാം, സർജറി വേണ്ടി വന്നേക്കാം, then radiation വേണ്ടി വരാം, ഹോർമോൺ. It all depends upon the biology of the disease.
So breast cancer surgery also in the pandate pole the entire breast remove ചെയ്യുന്നത് ഇപ്പൊ usually നമ്മൾ ചെയ്യാറേ ഇല്ല. കാരണം breast is considered as an organ. അപ്പൊ ആ ഒരു organ as far as possible preserve ചെയ്യാണ് എല്ലാവരും നോക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നത് ഇറ്റ് ഇസ് ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി. നമ്മൾ ജസ്റ്റ് ആ ലെമ്പ് മാത്രം റിമൂവ് ചെയ്യുന്നുള്ളൂ. ദെൻ നമ്മൾ യൂഷ്വലി ബ്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ബ്രസ്റ്റിന്റെ കോസ്മോസിസ് മെയിൻറ്റെയിൻ therapy also nowadays it is more specific and focused. നമുക്ക് ശരിക്കും ട്യൂമറിനെ മാത്രം കില്ല് ചെയ്യുകയും നോർമൽ ടിഷ്യൂസിനൊക്കെ സ്പെയർ ചെയ്യാൻ പറ്റുന്ന ഈ IMRT പോലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഇന്നുണ്ട്. Then again the chemotherapy. So chemotherapy എല്ലാവരും ആക്ച്വലി എല്ലാ പേഷ്യൻസും നമ്മൾ OP യിൽ വരുന്നത് നമ്മൾ സിനിമയിലും അല്ലെങ്കിൽ ബുക്സിലും എല്ലാം വായിക്കുന്ന ഒരു പിക്ചറുമായിട്ടാണ് വരുന്നത്. പക്ഷെ ആക്ച്വലി നമ്മുടെയൊക്കെ പ്രാക്ടീസിലുള്ള കീമോതെറാപ്പി അതുമായിട്ട് ബന്ധമേ ഇല്ല. ബിക്കോസ് കീമോതെറാപ്പി എടുത്താൽ ഛർദിക്കും, അല്ലെങ്കിൽ കീമോതെറാപ്പി എടുത്തു കഴിഞ്ഞാൽ കിടപ്പിലായി പോകും, അല്ലെങ്കിൽ കീമോതെറാപ്പി എടുക്കുന്നത് ഭയങ്കര പെയിൻഫുൾ ആണ്. ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണയൊക്കെ ആയിട്ടാണ് മിക്ക പേഷ്യൻസ് OP വരുന്നത്. ബട്ട് ഇറ്റ് ഈസ് ഓൺലി എ മിസ്കൺസെപ്ഷൻ. അപ്പോ ഇപ്പം കീമോതെറാപ്പി അസോസിയേറ്റഡ് വോമിറ്റിംഗ് അല്ലെങ്കിൽ നോസിയ ആൻഡ് വോമിറ്റിംഗ് നമുക്ക് ഇപ്പം ഒരുപാട് അഡ്വാൻസ്ഡ് മെഡിക്കേഷൻസ് ഉണ്ട്. ഒരു 90% കൂടുതൽ പേഷ്യൻസിനും ഇപ്പം യൂഷ്വലി വോമിറ്റിംഗ് ഒരു പ്രശ്നമേ അല്ല. ദെൻ ഇറ്റ് വിൽ നോട്ട് കോസ് പെയിൻ. പിന്നെ യൂഷ്വലി വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ മിക്ക പേഷ്യൻസിനും കീമോതെറാപ്പി കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. പക്ഷെ ബാക്കിയെല്ലാം ഒരു മിസ്കൺസെപ്ഷൻ ആണ്. നമ്മൾ പല മൂവീസിലും നോവൽസിലും ഒക്കെ നമുക്ക് തന്നിരിക്കുന്ന ഒരു 30 years മുമ്പുള്ള പിക്ചറാണ് ഇപ്പോഴും ആക്ച്വലി മിക്ക പേഷ്യൻസിന്റെ മനസ്സിലുള്ളത്. ദെൻ ഹോർമോണൽ തെറാപ്പി ഡെഫിനറ്റ്ലി, ബിക്കോസ് ബ്രസ്റ്റ് ക്യാൻസർ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഹോർമോണുമായിട്ട് ലിങ്ക് ചെയ്ത ഒരു ക്യാൻസർ ആണ്. സോ ടു പ്രിവെന്റ് ദ റിക്കറൻസ്, ക്യാൻസർ വീണ്ടും തിരിച്ചു വരാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഹോർമോണൽ തെറാപ്പി കൊടുക്കാറുണ്ട്. ചിലപ്പോൾ സർജറിക്ക് ശേഷം ഹോർമോണൽ തെറാപ്പി മാത്രം മതിയാവും പേഷ്യൻസിന്. പ്രത്യേകിച്ച് എൽഡർലി ആയിട്ടുള്ള പേഷ്യൻസ് നമ്മൾ യൂഷ്വലി കീമോതെറാപ്പി ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഈ ഹോർമോണൽ തെറാപ്പി കൊണ്ട് മാത്രം ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതെല്ലാം കുറെ മിത്താണ്. മിത്ത് വേഴ്സസ് ഫാക്ട്. വി നോ ദാറ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ I am too young to get a breast cancer. No, it's a big myth, because many women who are under 40 are diagnosed with breast cancer. Then men can get breast cancer. Yeah. ഇന്നലെയും കൂടെ ഞാൻ ഒരു മെയിൽ ബ്രസ്റ്റ് ക്യാൻസറിനെ കണ്ടതേ ഉള്ളൂ. So even though it is a rare, males also can get the breast cancer. But it's a rare thing. Then alcohol is not linked to breast cancer. No, it's a big myth. ഇപ്പോൾ ആക്ച്വലി ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസർ കൂടി വരാനുള്ള ഒരു കാരണം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമ്മൾ യൂഷ്വലി ജനറലി പറയുന്ന ഒരു കാര്യത്തിനകത്തുള്ളതാണ് ആൽക്കഹോൾ. ബിക്കോസ് നമുക്കറിയാം ഇന്ന് ഫീമെയിൽസും ആക്ച്വലി ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇറ്റ് ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ. So then, another myth is the only women with a family history of breast cancer are at risk. എന്റെ ഫാമിലിയിൽ ആർക്കും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിട്ടില്ല, അപ്പൊ അതുകൊണ്ട് എനിക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ഇടയിലാണ്. It's a myth, because all women are at risk. But family history ആ റിസ്ക് കുറച്ച് കൂട്ടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. All are under risk. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 in 8 women will get breast cancer. So അത്രയും നിയർ ആണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് അത്രയും വലുതാണ്. So again, actually I already covered this. Actually mammogram will not cause any health hazard due to radiation. Then another is that the women with small breasts do not get breast cancer. So that is also a myth. Even with small breasts are also of actual breast cancer. Then do exercise, maintain an optimum weight, then follow a balanced diet, and you have to breastfeed your children adequately and avoid alcohol. Be breast aware. So that is the most important thing. Be breast aware and control your weight. Don't be the 1 in 8. Thank you for the patient listening. Thank you, Dr. Varun. Any questions from the participants? Either you can type your questions in the chat box, or you can unmute yourself and ask the questions.
Hello, Dr. Varun. Hello, Doctor. Good evening. Yeah, good evening. Yeah, thank you for the good information that you have shared. I would like to know more about male breast cancer that you were mentioning about. Is there a chance or is there more possibility for men with more weight or a gynecomastia-like situation? Or is it in any male, the ratio that you have mentioned about 1 in 900? Yeah, actually, gynecomastia is a risk factor for male breast cancer, and also the obesity is also a risk factor for male breast cancer. But the chance is actually less than 1%. But still, no, as you mentioned, both are risk factors for male breast cancers. Okay. So as a dentist, do you have any suggestions? Because we regularly get patients who are treated with breast cancer, at least yearly 2-3 patients we come across, female patients coming. So do you have any message for a dentist when he's treating oral cavity or any oral findings to correlate with? Actually, the important thing is that if the patient is undergoing treatment, then definitely the oral mucositis actually that you will come across. Then again, xerostomia can again occur. Then the patients who are getting zoledronic acid, again they may develop the osteonecrosis of the jaw. I think these are the important things so that you have to take care for a patient who is getting treatment. But after treatment, or if it's a general public, actually the screening recommendation they all should follow. Okay. You said one about the inward pulling of the nipple. If it is seen in one breast, Yes. and if it is not a new finding, congenital, as I think it is not a risk factor. Am I right? Yeah. Yes. Yeah. Only a recent change. Because actually some females are having it as a normal finding because it's congenital thing. But if there is any recent dimple or is there a recent retraction of nipple, then we have to check it out. Okay. Yeah. Thank you, sir. You're welcome. Any other questions? I Do you have any doubts? Yeah, I have shared my phone number also. If you are having any doubts, you can send a personal message also to me. Okay. Those who have any doubts, please note the phone number so that you can actually directly WhatsApp him or message him so that whenever he's free, he'll reply. Okay. And note down the mail ID also. Those who want to ask questions through, send an email or ask questions. You can send a mail also. Please note mail ID and phone number. Okay, I think almost all either understood everything or they don't have any questions. Any personal Sunday evening എല്ലാവരും ചെയ്യുന്ന ഒരു അല്ലെ എല്ലാവരും ദ്രോഹമായി പോകും നമ്മൾ ഇന്ത്യയില് അല്ലേ? അതെ അല്ല ഈ കുറെ ഈ ഡൗട്ട്സ് എപ്പോഴും ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ റെഗുലർ ഈ ചെക്കപ്സും ഇതൊന്നും ചെയ്യാത്തത് അതൊരു ഫാക്ട് ആണ്. മീൻസ് വിൽ തിങ്ക് ദാറ്റ് വി ഡോണ്ട് ഹാവ്, അതൊരു ഭയങ്കര വലിയ ഫാക്ട് ആണ്. ശരിക്കും പറഞ്ഞാൽ റെഗുലർ ചെക്കപ്സ് ചെയ്യണം എന്നുള്ളത് വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. പോലും ചെയ്യാൻ നമ്മളാരും മേ ബി അപ്പോഴായിരിക്കും ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ പോണത് കേട്ടോ. നോക്കട്ടെ, വാട്ട് എവർ. എനിവേ, അപ്പൊ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദി സെഷൻ. ഐ ഇൻവൈറ്റ് അവർ മെമ്പർ ഡോക്ടർ ആഷ്ന ഹനീഷ് for the vote of thanks. Dr. Ashna. Good evening, one and all. First and foremost, I would like to thank our speaker of the day, Dr. Varun R. Nair, for such an interesting and informative session. Next, I would like to thank organizers, our WBC chairpersons, Dr. Binila Surendra Babu and Dr. Shabna Nidhi,
who coordinated the program meticulously. Then I would like to thank the office bearers of IDA Kochi, our respected President, Dr. Matthew Verghese, our Honorable Secretary, Dr. Nevin Thomas, EC members and senior members. Next, I would like to thank the CDE chairperson, Dr. Brigida Manoj, who introduced the speaker to us. Last but not the least, I would like to extend my thank you to each and every one of you who made this program a great success. Thank you. Dr. Ashna. And thank you so much, Dr. Varun, for the wonderful and informative session. So I think thank you for your valuable time. 1 hour, your precious time on Sunday. You will be busy with family, but still you consider our invite, and thank you for making this session lively and very good information. We received a lot of information, and those who have any doubts, please do free to message him or mail to his mail ID. Okay. എന്തെങ്കിലും ഡോക്ടർ വരുൺ പറയാനുണ്ടോ? Yeah, nothing. Okay, so let's end the session. Yeah, thank And you. he's working in Medical Trust. Those who have any doubts and you want to personally meet him, you can take an appointment or അങ്ങനെ ഡയറക്റ്റ് കാണാം. അല്ലെങ്കിൽ I think means just send a message. എന്നിട്ട് if means meeting ആവശ്യമാണെങ്കിൽ you can take an appointment and go and see at the Medical Trust Hospital. Okay. Perfect. Bye. Thank you so much. Let's end the session. Bye.